ഇത് അമൃതപ്പൊടി വെച്ചിട്ട് പൂരം വറുക്കാൻ വേണ്ടി എടുത്ത തേങ്ങയാണ് കേട്ടോ. 6 തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചിരകിയതിന് ശേഷം മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ പെട്ടെന്ന് വറവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് എടുക്കുന്നത് ചെറിയ ജീരകം, കരിഞ്ജീരകം, എള്ള്, ഇത് മൂന്നും കൂടെ ഈ തേങ്ങയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. തീ ഒട്ടും തന്നെ കൂടാൻ പാടില്ല. തീ കൂടിപ്പോയാൽ നമ്മളെ തേങ്ങ അടി പിടിക്കും. അതിന് നന്നായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അടുപ്പത്ത് വെച്ചതിന് ശേഷം കേട്ടോ. ഇത് തേങ്ങ ആദ്യം തന്നെ വറുത്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അമൃതപ്പൊടി നമ്മൾ വറുത്ത പൊടിയാണ്, അതുകൊണ്ടാണ്. അത് നന്നായിട്ട് തേങ്ങ വറവായതിന് ശേഷം ആ പൊടി ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്ക നന്നായിട്ട് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതും ചേർക്കുക. എന്നിട്ട് തേങ്ങ നന്നായിട്ട് വറവായതിന് ശേഷം ഈ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 6 പേക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം ഒരു പൊടി ഒരു 3 കിലോ ഉണ്ടാവും. നമ്മൾ ഒരു പേക്കിന് ഒരു തേങ്ങ എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് ചേർത്തത്. നല്ല ടേസ്റ്റുള്ളൊരു പൂരാണ് കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാനും പറ്റും, പെട്ടെന്ന് കേട് വരുമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ മിൽമൻ്റെ നെയ്യാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് കടലയാണ് ചേർക്കുന്നത്. പൊടി നന്നായിട്ട് വറവായതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷമാണ് കടല ഇതിൽ ചേർക്കുന്നത് കേട്ടോ. അതും മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പൂരം വറുത്തതാണ്.